അദ്ദേഹത്തിന് കൊടുക്കും. റിയാസിക, ആദ്യം നമസ്കാരം. വന്നിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ, ഓൾ ഓൺലൈൻ, ഓൾ പ്രൊമോട്ടേഴ്സ്, ഓൾ നമ്മുടെ മീഡിയ ആൾക്കാർക്ക് വന്ന് താങ്ക് യു. ആൻഡ് നിങ്ങളിത് വലിയൊരു ലെവലിലേക്ക് നിങ്ങളിത് എത്തിച്ചേർക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പറഞ്ഞു റിയാസ് ഖാൻ, എന്താണ്? റിയാസിക അടിച്ചു കയറിവ ഓക്കെ, ഭയങ്കര വൈറലാണ്. ഓക്കെ, അടിച്ചു കയറിവാക്ക് മുമ്പുള്ള റിയാസ് ഖാനും ഓക്കെ, അടിച്ചു കയറിവാക്ക് ശേഷമുള്ള റിയാസ് ഖാനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒരു വ്യത്യാസമില്ല. ആരാധകര്, ഉറങ്ങിക്കിടക്കുന്ന ആരാധകര് പുറത്തൊന്നും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു, ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും കേരളത്തിൽ കുറേ ഫാൻ ബേസ് ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാവരും രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കുന്നതാണ്. അതിപ്പോഴും അതേപോലെ തന്നെ. അതിൽ അടിച്ചു കയറുക ഒരു എക്സ്ട്രാ ബൂസ്റ്റ്, അത്രേ ഉള്ളൂ. ഒരു ബൂസ്റ്റ്, ഒരു പുഷ്, ബാക്കിൽ നിന്ന് ചെറിയ പുഷ്. അത് ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം ഈ ഡി എൻ എയിൽ ഒരു ദിവസം ഒരു ലേറ്റ് ഈവനിങ് എനിക്ക് വിളി വരുന്നത് ത്രൂ ഡിക്സൺ, സന്തോഷ് ചേട്ടൻ വിളിയാണ് വരുന്നത്. ഞാനും സന്തോഷ് ചേട്ടനും തമ്മിൽ ഒരു ലൈക്ക് വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ സന്തോഷ് ചേട്ടൻ വിളിച്ചു. സന്തോഷ് ചേട്ടൻ ഒരു കാര്യമുണ്ട്, എല്ലാം ഫുള്ളായിട്ട് പറയില്ല, ഒരു സസ്പെൻസിൽ കൊണ്ട് നിർത്തും. പറഞ്ഞിട്ട് നിർത്തും. അപ്പോൾ ഇനിയും കൂടി എന്താ അത് കഴിഞ്ഞ് സന്തോഷ് ചേട്ടൻ അത് കഴിഞ്ഞ് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം ഇപ്പം ഇത്രേ ഉള്ളൂ എന്ന് പറയും. ഭയങ്കര സസ്പെൻസാണ് എല്ലാത്തിൽ. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നത്, സാർ ഇത് സോ ഇങ്ങനെയാണ് തുടങ്ങിയത്. എനിക്ക് ബെൻസി പ്രൊഡക്ഷൻസ് ആണോ സാറാണോ ഡയറക്ഷൻ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല. ദെൻ സാറിൻ്റെ പേര് പറയുന്നു. സാറിന് ഞാൻ വലിയ ഫാനാണ്. ഞാൻ ഫ്രോം ദ ബിഗിനിങ് വലിയ ഫാനാണ്. സോ ഒരു ആക്ടറിന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമാണ്. ഐ എം സോ ഹാപ്പി സാറോട് വർക്ക് ചെയ്യുന്നത്. ഞാൻ സാറിനെ പോലെ വേറൊരാളെ കണ്ടിട്ടുണ്ട്, തെലുങ്കിൽ കോടി രാമകൃഷ്ണൻ. ഒരിക്കലും ദേഷ്യപ്പെടില്ല, എല്ലാം ഭയങ്കര സോഫ്റ്റാണ്. ഏത് കാര്യവും ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു പ്രഷറും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ സാറേ കാണണം, ഒരു പ്രഷറില്ല, ഒന്നുമില്ല. എല്ലാവരോടും വളരെ സോഫ്റ്റ്, ഭയങ്കര കംഫർട്ടബിളാണ് ആർട്ടിസ്റ്റ്. അങ്ങനെ സാർ പൂ പോലെ അങ്ങനെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സാധിച്ചിട്ടുള്ളൂ. സോ ഹാപ്പി. ടെക്നിക്കൽ ടീം, ഓൾ മൈ കൊളീഗ്സ്. പിന്നെ പപ്പനും ഞാനും തമ്മിൽ റിലേഷനുണ്ട്. റിലേഷൻ മീൻസ് എൻ്റെ ഫാദറും പുള്ളിയുടെ ഫാദറും തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സാണ്. സോ എപ്പോഴും ഞാൻ പപ്പനെ കാണുമ്പോൾ ഞങ്ങളുടെ ഫാദറിൻ്റെ ഓർമ്മ വരെ എപ്പോഴും. സോ വി യൂസ് ടു ടോക്ക്. സോ അതൊന്ന്. പിന്നെ അഷ്കറിന് ഓൾ ദി ബെസ്റ്റ്. ഗ്രാൻഡ് സക്സസ് ആട്ടെ ഈ പടം. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തൊക്കെയാണ്? എനിക്ക് ബാബു ചേട്ടനോട് ഒരു